നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഡീപ് ഫേക്ക് വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരെ ഇത്തരത്തിലുള്ള വ്യാജ ഡീപ് ഫേക്ക് വീഡിയോകളുടെ ഇരകളാകുന്നുണ്ട്. യോഗി ആദിത്യനാഥിന്റെ ഡീപ് ഫേക്ക് വീഡിയോ സമൂഹ മാധ്യമമായ എക്സിൽ ഷെയർ ചെയ്തതിന് തൊട്ടു പിന്നാലെ ബറോല സ്വദേശിയെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു റാലിയിൽ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന വീഡിയോ ആയിരുന്നു വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. 2019 ഫെബ്രുവരിയിൽ പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെയും വിധവകളെയും കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മംഗളസൂത്ര പ്രസംഗത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ വ്യാജ വീഡിയോ നിർമ്മിക്കപ്പെട്ടത്. സഹോദരന്മാരെ, എനിക്കും മോദിജിയോട് ചിലത് ചോദിക്കാനുണ്ട്. മംഗളസൂത്രത്തിന് എന്ത് സംഭവിച്ചു? പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ വിധവകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഇതായിരുന്നു വ്യാജ വീഡിയോയിലൂടെ യോഗി പറഞ്ഞത്. യോഗി പറയുന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ, അദ്ദേഹത്തിന്റെ മുഖത്തെ ചില എക്സ്പ്രഷൻസ്, ഇതൊക്കെ അതേപടി പകർത്തിക്കൊണ്ടായിരുന്നു ഈ ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മിച്ചെടുത്തത്. ഈ വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും ആളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീഡിയോ പുറത്തിറങ്ങിയത്. ഈ കേസിൽ തെലങ്കാന കോൺഗ്രസിലെ സമൂഹ മാധ്യമ ടീമിലെ 6 പേരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. SC, ST, OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം അവസാനിപ്പിക്കണമെന്ന് അമിത്ഷാ പ്രസംഗിക്കുന്ന തരത്തിലായിരുന്നു ഈ ഡീപ് ഫേക്ക് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. തെലങ്കാനയിലെ മുസ്ലിം സംവരണം എടുത്തു കളയണം എന്നുള്ള അമിത്ഷായുടെ പ്രസംഗമാണ് എഡിറ്റ് ചെയ്ത് ഇത്തരത്തിൽ അവർ പ്രചരിപ്പിച്ചത്. എന്തായാലും അമിത്ഷായും യോഗിയും മോദിയും ഒക്കെ തന്നെയാണ് ഈ വ്യാജന്മാർക്ക് അല്ലെങ്കിൽ ഡീപ് ഫേക്ക് വീഡിയോ ഒക്കെ നിർമ്മിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. കാരണം എപ്പോൾ എന്ത് വീഡിയോ കൊടുത്താലും ആളുകൾ അത് കാണാനുണ്ട് എന്നത് തന്നെയാണ് കാരണവും. ഇത്തരത്തിലുള്ള ഡീപ് ഫേക്ക് വീഡിയോകൾ തിരിച്ചറിയാൻ അത്ര എളുപ്പമാവില്ല. കാരണം ഇത് നമുക്കൊക്കെ വാട്സാപ്പിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഷെയർ ചെയ്ത് ഫോർവേഡ് ചെയ്ത് കിട്ടാറുണ്ട്. എന്തായാലും ഇത് തിരിച്ചറിയുന്ന അണികളൊക്കെയും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. യോഗിയുടെ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്ന് പറയേണ്ടി വരും. കാരണം യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ശത്രുക്കളടക്കം അത് കാണുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ബൂം ലൈവ് എന്നുള്ള ഒരു മീഡിയ അവരുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.